മുല്ലപ്പെരിയാറിൽ മുന്നറിയിപ്പ് വരുന്നു. മുല്ലപ്പെരിയാർ നാളെ തുറക്കാൻ സാധ്യത എന്താണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യത്തിൽ തീരത്ത് താമസിക്കുന്ന 883 കുടുംബങ്ങളിലെ 3220 പേരെ മാറ്റി പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ട് കഴിഞ്ഞു. രാത്രി 8 മണിക്ക് മുൻപായി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്നതാണ് നിർദ്ദേശം. ജെയിൻ എസ് രാജുണ്ട്. ജെയിൻ, മുല്ലപ്പെരിയാർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, എന്തൊക്കെ മുൻകരുതലാണ് ഉണ്ടാകുന്നത്? രതീഷ്, ജില്ലാ ഭരണകൂടം ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തക്കവണ്ണമുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത്. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇപ്പോൾ എന്തായാലും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നിലവിലില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടം പറയുന്നത് തീരത്ത് താമസിക്കുന്ന 883 കുടുംബങ്ങൾ അവരെ തീരത്ത് നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റണം. അതിന്ന് രാത്രി 8 മണിക്ക് മുമ്പായി നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതേതാണ്ട് 3220 അംഗങ്ങൾ വരും, അല്ലെങ്കിൽ ആളുകൾ വരും. അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം ആളുകൾ വീടുകൾ ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഡാമിലെ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഡാമിൽ നിന്ന് തുറന്നു വിട്ടാൽ പോലും ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലോ അനുസരിച്ച് 3000 ഖനിയടിയോ 3800 ഖനിയടിയോ വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുകിയത്. രാത്രി തുറന്നുവിടാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായി ഇപ്പോൾ തമിഴ്നാടിന്റെ ഉൾപ്പെടെ ഭാഗത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകേണ്ടതുണ്ട്. ദേശീയതലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഡാം എന്ന നിലയിൽ പലവിധ തർക്കങ്ങൾ നേരത്തെ ഉള്ള ഡാം എന്ന നിലയിൽ, പ്രത്യേകമായി മേൽനോട്ട സമിതി ഉൾപ്പെടെയുള്ള ഡാം എന്ന നിലയിൽ ഇക്കാര്യത്തിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമോ അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും 2023 തമിഴ്നാട് യാതൊരു മുന്നറിയിപ്പുകളും ഇല്ലാതെ രാത്രികാലങ്ങളിൽ കൂടിയ അളവിൽ വെള്ളം തുറന്നു വിട്ടിരുന്നത്. ആ സമയത്ത് പെരിയാറിലടക്കം വലിയ ജലനിരപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായത്. വീടുകളിലേക്ക് വെള്ളം കയറുകയും അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ സമയം, അതായത് ജൂൺ മാസത്തിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് കാലാവസ്ഥ അത്രത്തോളം പ്രതികൂലമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്ന നിലയിലാണ്. ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം, അല്ലെങ്കിൽ ഒരു 13000 ഖനിയടി വെള്ളം സെക്കൻഡിൽ പെരിയാറിലേക്ക് ഒഴുകി വിട്ടാൽ മാത്രമേ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ. എന്നാൽ ഇപ്പോൾ നിലവിൽ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് ഏതാണ്ട് 3000-നും 4000-നും ഇടയിലുള്ള ഖനിയടി വെള്ളം മാത്രമാണ്. അതുകൊണ്ട് നിലവിൽ പെരിയാറിന്റെ തീരത്ത് വലിയൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, കാലവർഷം ഏത് രീതിയിലാണ് പെയ്യാൻ പോവുക എന്ന കാര്യത്തിൽ നമുക്ക് പ്രവചിക്കാൻ മാത്രമേ, നമ്മുടെ പ്രവചനങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിശക്തമായ മഴ പെയ്യുകയും ഡാമിലേക്ക് വലിയ അളവിൽ നീരൊഴുക്ക് ഉണ്ടാവുകയും ചെയ്താൽ ഏത് രീതിയിലാണ് തീരത്തെ അത് അഫക്റ്റ് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല. അതുകൂടി കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തെ നേരിടുന്ന തരത്തിലുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് പോയിരിക്കുന്നത്. 883 കുടുംബങ്ങളെ തീരത്തു നിന്ന് മാറ്റി പാർപ്പിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. 883 കുടുംബങ്ങളെ മാത്രം മാറ്റി പാർപ്പിച്ചാൽ പോരാ. കാർഷിക മേഖലയാണ്, അവിടെയുള്ള വളർത്തുമൃഗങ്ങൾ അടക്കമുള്ളവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ സ്വാഭാവികമായും കർഷകർക്ക് ആശങ്കയുണ്ടാകും. അതുകൊണ്ട് അവർ സ്വാഭാവികമായും വീട് വിട്ടു പോകാൻ തയ്യാറാകാൻ സാധ്യതയില്ല. രതീഷ്.